ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് പിള്ളേർ മാത്രമായിട്ട് മൂത്തുമാൻ്റെ വീട്ടിൽ സ്റ്റേക്ക് പോകാണ്. അപ്പോൾ ഇത് അബിനു, ഐഷ, പിന്നെ എൻ്റെ സിസ്റ്ററും ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത്. സ്കൂട്ടറിനാണ് പോകുന്നത്. അപ്പോൾ സ്കൂട്ടറിൽ പോണ ക്ലിപ്സ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളിത് ഇവിടെ എത്തിയത് മാത്രമാണ് ഇപ്പോൾ ഞാൻ കാണിക്കണുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ കയറി മൂത്തുമ്മ ചീത്ത പറയണേ യൂട്യൂബിലൊന്നും ഇടാൻ പറ്റില്ല എന്നാണ് പറയണത്. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ ഓരോ സൊറയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴേക്കും യൂനോ കാർഡൊക്കെ ഇട്ട് പതുക്കെ യൂനോ ഒക്കെ കളിച്ച് അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോയി. അപ്പോൾ ഞങ്ങളിതിങ്ങനെ മൂത്തുമ്മാൻ്റെ വീട്ടിൽ ഫസ്റ്റ് ടൈമാണ് സ്റ്റേക്ക് വന്നേക്കുന്നത്. നോർമലി ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലാണ് സ്റ്റേക്ക് പോണത്. ഇതെൻ്റെ ഉമ്മാൻ്റെ മൂത്ത സിസ്റ്ററാണ്. അപ്പോൾ ഇവിടെ മൂത്തുമ്മാൻ്റെ പേരക്കുട്ടിയുണ്ട് ഹുദ. അപ്പോൾ ഹുദാക്ക് സ്കൂളൊക്കെ തുറക്കാൻ പോകുന്ന മുന്നേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റേക്ക് വേണ്ടി വന്നതാണ്. ഇക്കാക്കിത്തത്തെ കുറേ ആയി ഞങ്ങൾ വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയതാണ്. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് കറണ്ടൊക്കെ പോയിട്ട്, അപ്പോൾ കറണ്ടൊക്കെ പോയപ്പോൾ ഞങ്ങൾ കുറേ നേരം സൈക്കിളൊക്കെ പുറത്തൊക്കെ ചവിട്ടി അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയൊക്കെ ഇരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മടുത്ത് ചൂടെടുക്കലും കൊതുകടിക്കലൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇക്കാക്കാനെ കടയിലേക്ക് പോകാൻ നോട്ടത്. കടയിലേക്ക് ഞങ്ങൾ പോവാണ്. പിന്നെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പേര് ഇക്കാക്കാനൊന്നും ബുദ്ധിമുട്ടിക്കാമെന്ന് ഓർത്ത് പോയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്കാക്കാൻ്റെ കട. അങ്ങനെ കുറച്ച് ഇക്കാക്കയുടെ കടയിലെ ക്ലിപ്സൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന സാധനങ്ങളൊക്കെ മേടിക്കണം. കട വന്നത് കലൂർ SRM റോഡിലാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നോക്കുമ്പോൾ 3 പേരും കൂടെ പിന്നെ കുറ്റിയും പറിച്ച് വന്നിട്ടൊക്കെ ഉണ്ട്. ഈശാൻ്റെ പാൻറ്റിനെ പറ്റിയാണ് ഞാനിപ്പോൾ ഈ ക്ലിപ്പിൽ പറയണത്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും കറണ്ടൊക്കെ വന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് എത്തി. താത്താൻ്റെ വക സ്പെഷ്യൽ ഒരു ഒത്തൻറ്റിക് ബിരിയാണി അല്ല, മന്തിയല്ല, എന്നൊരു വെറൈറ്റി ഡിഷാണ്. പക്ഷേ ബിരിയാണി പോലെയൊക്കെ ഇരിക്കും. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പതുക്കെ പടം കാണാൻ തുടങ്ങി. ദുരന്തരമാണ് കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നൊക്കെ വന്നപ്പോഴേക്കും ഓരോരുത്തർക്ക് ഉറക്കമൊക്കെ വന്നിട്ട് 2-3 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉറങ്ങാനുള്ള പ്ലാനിലായിട്ടുണ്ട്. രാവിലെ എണീറ്റ് ഞങ്ങൾ ദൃശ്യം 3ക്ക് പോകാനുള്ള ഇതിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ റെഡിയായി 11 മണിക്കത്തെ കവിതയിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുവാണ്. അപ്പം അത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ.